വല്യമ്മയ്ക്ക് എന്നേക്കാൾ ഇഷ്ടം ഇവളോടാവോ ദൈവമേ. ആ ചേച്ചിയാ? എന്താ ചേച്ചി? പണിയെടുക്ക് വന്നോ? ഞാൻ കുറച്ച് സഹായിക്കാം. അത് സാരമില്ല. വഴിയിൽ മൊത്തം ഇതാരെവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നേ? എങ്ങനെങ്കിലും കരിക്കാലേ വന്നത്. അതെ, പിന്നെ മതി പണിയെടുത്തത്, ഇനി ഞാൻ ചെയ്തോളാം. അയ്യോ, ഞാൻ ചെയ്തോളാം ചേച്ചി. അല്ല, കുറെ നേരമായിട്ട് സീത ഒറ്റയ്ക്ക് നിന്ന് പണിയെടുക്കുമല്ലേ, പൊയ്ക്കോ, ഇനി ഞാൻ ചെയ്തോളാം. അയ്യോ സാരമില്ല ചേച്ചി, ഞാൻ ചെയ്തോളാം. ഒരു കാര്യം ചെയ്, പത്രത്തിനകത്തെ സ്വർണ്ണവില ഇന്നത്തെ എത്രാന്നൊന്നുമില്ല. എന്റെ കൊച്ചച്ഛന്റെ മോന് കുഞ്ഞായേ, അപ്പൊ ചരടുകെട്ടിന് പോണം. അപ്പൊ എത്ര രൂപ വേണം നോക്കാനാ, ഒന്ന് നോക്കി പറയോ? എനിക്കാണെങ്കിൽ കണ്ണിന് ഒത്തിരി പ്രശ്നമാ. എന്നാ ഞാൻ നോക്കി പറയാം. ശരി. മോള് പണിയെടുത്ത് കുഴഞ്ഞോ? അമ്മയോ? അല്ല, പണിയെല്ലാം ഒതുക്കുമായിരുന്നു ഞാൻ. സീത എന്തിയേ? ഓ, അവരവിടെ നിന്ന് പത്രം വായിക്കുന്നു. വെളിയിലിരുന്നാ? സിറ്റൗട്ടിൽ ഇരിപ്പുണ്ട്. അത് കൊള്ളാല്ലേ, രാവിലെ അങ്ങ് പത്രത്തിന്റെ തോളെ കയറിയോ? അടുക്കളയിൽ ഇത്രയും പണി കിടന്നിട്ട്. അവരിന്നലെ ഇവിടെ അടുക്കളയിൽ കയറിയിട്ടില്ല. വന്ന് അന്ന് തൊട്ട് ഇത് തന്നെ അവസ്ഥ. ഞാൻ പിന്നെ അമ്മയടുത്തൊന്നും പറയാനിട്ടാ. അങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലേ, രണ്ട് വർത്താനം പറഞ്ഞിട്ട് ഞാൻ വരട്ടെ. അയ്യോ അമ്മേ, അമ്മ ഇനി സംശയങ്ങളൊക്കെ തീർക്കാൻ. അമ്മേ ചുമ്മാതിരിക്കേ, നമ്മളൊന്നും പറയണ്ട. അവൾ എന്തോന്ന് വെച്ചാ ചെയ്യട്ടെ. ഞാൻ നീ പറഞ്ഞോണ്ടൊന്നും ചോദിക്കുന്നില്ല. ഇനിയിപ്പൊ വിട്ടേരെ, അങ്ങോട്ട് വന്നേല്ല ഉള്ളു. ഇനിയിപ്പൊ നമ്മൾ എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരും വല്ലതൊക്കെ അനാവശ്യം പറഞ്ഞു വരുത്തും. പുതുമോടിയൊക്കെ ഒന്ന് കഴിയട്ടെ, വളരെ ശരിയാക്കാം. അത് മതി, അമ്മ വാ അങ്ങോട്ട്. വാ മോളെ, ഞാനൂടെ എന്തെങ്കിലും സഹായിക്കാം. വേണ്ടമ്മേ, ഒന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം. നീ ഒറ്റയ്ക്ക് അവിടെ കിടന്ന് കഷ്ടപ്പെട്ട എങ്ങനെയാ വെച്ചേ? ഞാൻ എന്തേലും സഹായിക്കാം. അമ്മയ്ക്ക് വയ്യാത്തല്ലോ, അമ്മ അവിടെ കിടന്ന് കിടക്ക്, ഞാൻ ചെയ്തോളാം. അമ്മയ്ക്ക് വേണ്ട കറിയൊക്കെ ഞാൻ വെച്ച് തന്നോളാം. ശരി മോളെ, എന്തെങ്കിലും ഒന്ന് രണ്ട് കൂട്ടം കറിയാക്കിയാ മതി കേട്ടോ. എന്നെ അമ്മ അങ്ങോട്ട് പോയി കിടക്കും. 1 ഗ്രാം സ്വർണത്തിന് 6017 രൂപ. ഇതെന്ത് സ്വർണ്ണ കച്ചവടത്തിനും വല്ലതും പോകുന്നുണ്ടോ? അത് പിന്നെ അവക്ക് രാവിലെ എണീക്കുമ്പോഴേ സ്വർണ്ണവില നോക്കണോന്ന്. അവളവിടെ ഓർഫണേജിൽ നിൽക്കുമ്പോ തൊട്ടേ ഉള്ള ശീലമാണത്രേ. ഓരോരുത്തരുടെ ഓരോ ശീലങ്ങളെ. നീ പോയിരുന്ന് വായിച്ചോ, നീയിപ്പൊ ശീലങ്ങൾ തെറ്റിക്കണ്ട. പോയി വായിച്ചോ സീതേ. പോയട്ടെ. കോടീശ്വരന്റെ മോളല്ലേ എന്ന് പറഞ്ഞ സ്വർണ്ണവില നോക്കാൻ. ഇനി എന്തൊക്കെ കാണണം. അമ്മ അവിടെ പോയി റെസ്റ്റ് എടുക്കും, ഞാൻ എന്തേലും ചെയ്യാം. തുണി വിരിക്കുവാണോ? എങ്ങനെയുണ്ടമ്മേ പുതിയ നാത്തൂൻ? നിനക്ക് കണ്ടിട്ട് എന്തോ തോന്നുന്നത്? എന്തോ അങ്ങനൊരു സംസാരം? ഓ, അങ്ങനൊരു പെണ്ണ്, പിന്നെ വഴക്കും വയ്യാവേലിയൊന്നുമില്ല, അത് തന്നെ മേന്മ. അല്ല എന്തോ പറയാനാ. അമ്മ നാത്തൂൻ്റെ അടുത്ത് പറഞ്ഞേ ഒരു പുതിയ സാരി മേടിച്ചു തരണം. ഞാൻ പറഞ്ഞില്ലേ സതീഷാണ് എൻ്റെ മോടെ കല്യാണം, അതിന് പോകാനാ. എന്തേലാണെങ്കിൽ നല്ലതൊന്നുമില്ലമ്മേ. എനിക്കൊന്നും വയ്യ വല്ലോടടുത്തും പോയി സാരിയും തുണിയൊന്നും ചോദിക്കാൻ. നിനക്ക് നാണമില്ലേ വല്ലോടെയൊക്കെ തുണിയും സാരിയൊക്കെ ചോദിക്കാൻ? വല്ലോട് പോയി, എൻ്റെ ഏട്ടൻ്റെ ഭാര്യയല്ലേ. പിന്നെ ഏട്ടൻ്റെ ഭാര്യ, അവിടെ ഗുണാധികാരമൊന്നും എന്നെ കൊണ്ടൊന്നും പറയിക്കല്ലേ കേട്ടോ. ഏട്ടൻ്റെ ഭാര്യ നീ തന്നെ അങ്ങ് പോയി ചോദിച്ചോണ്ടാ മതി, ഞാനില്ല. ഞാൻ ചോദിച്ചോളാം, അമ്മായിയമ്മ വരണ്ട. എൻ്റെ നാത്തൂനല്ലേ, എന്തായാലും എൻ്റെ മൂത്ത നാത്തൂനെക്കാട്ടി സൂപ്പറാ, ഞാൻ തന്നെ പോയി ചോദിച്ചോളാം. നമ്മുടെ നാത്തൂൻ വന്നിട്ടുണ്ട്. ആടാ, ആളിന്റെ ഒച്ചയൊന്നും ഞാൻ കേട്ടില്ലല്ലോ. ഞാൻ തുണി മടക്കുമായിരുന്നു ചേച്ചി. ശരി, എങ്കിൽ ഞാൻ അങ്ങോട്ട് പോയിന്ന് കാണട്ടെ. കാണ്. നിനക്ക് മനസ്സിലായില്ല അവളുടെ ആഗമന ഉദ്ദേശം എന്താണെന്നല്ലേ? അവിടോട്ടിരിക്കും, ഞാൻ പറഞ്ഞു തരാം. നിന്റെ സ്വർണം മൊത്തം കൈക്കലാക്കണം, അതിനുള്ള പുറപ്പാടാണ് മോളെ. എന്റെ സ്വർണമോ? പിന്നില്ലേ, എനിക്ക് എന്തോരം സ്വർണം ഉണ്ടായിരുന്നതാ, മൊത്തം അവൾ ഒറ്റ മേടിച്ചെടുത്തോണ്ട് പോയത്. ചേച്ചി കൊടുക്കാൻ നിന്നിട്ടല്ലേ?
ഇവളെങ്ങനാന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ എന്നൊരു സാരി മേടിക്കും, പിന്നെ സോപ്പിട്ടും ചാക്കിലാക്കിയും ഓരോ സ്വർണങ്ങൾ മേടിക്കും. നമ്മളങ്ങ് കൊടുത്തു പോവും. അങ്ങനത്തെ സംസാരം ഉള്ളത്. ഇത്തിരി കൂടോത്രമൊക്കെ അറിയാം. പിന്നെ അവളുടെ ബ്രെയിൻ വാഷിൽ നമ്മൾ വീണു പോവും. അതുകൊണ്ട് നീ കുറച്ച് ഗ്യാപ്പിട്ട് നിന്നാ നിനക്ക് കൊള്ളാം. ഇങ്ങ് വരട്ടെ, ഒട്ടിപ്പിക്കത്തില്ല ഞാൻ. എന്റെ പണി ഏക്കുന്നുണ്ട്. സ്വർണത്തിന്റെ ഒരു തരി പോലും ഞാൻ കൊടുക്കത്തില്ല. ഞാനേ കഷ്ടപ്പെട്ട് പണിയെടുത്ത് മേടിച്ചതാ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ സ്ത്രീധനത്തിനും സ്വർണം കൊടുക്കുന്ന പരിപാടിക്കും ഒക്കെ ഞാൻ എതിരാണ്. പക്ഷേ എനിക്ക് ഭയങ്കര മോഹമായിരുന്നു ചേച്ചി കല്യാണത്തിന് സ്വർണ്ണമൊക്കെ ഇട്ട് ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കണമെന്ന്. അപ്പം ഞാൻ ഈ സ്വർണം എടുക്കുമ്പോഴേ ചേട്ടനോട് പറഞ്ഞതാണ്, ഇതിനകത്ത് ഒരു തരി സ്വർണം നിങ്ങൾ സ്വപ്നം കാണണ്ടാന്ന്. ഈ സ്വർണം ഞാൻ സൂക്ഷിച്ച് വെക്കും. സൂക്ഷിച്ച് വെച്ച് എനിക്ക് മോളാണെങ്കിൽ അവൾക്ക് കൊടുക്കും, അതല്ല എനിക്ക് മോനാണെങ്കിൽ അവൻ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന പെൺകുട്ടിക്ക് കൊടുക്കുക. അതാണ് എൻ്റെ പ്ലാൻ. അല്ലാതെ വല്ലവർക്കും ഒക്കെ ഞാൻ കുന്തം കൊടുക്കും. ഇങ്ങോട്ട് വരട്ടെ. ശരി, ഞാൻ പോണ്ട. സീതേ, ആ നാത്തൂനാകെ പിടിപ്പത് പണിയിലാണല്ലോ. കുറേ നേരമായി ഞാൻ വന്നിട്ടേ. ആ ശരി. അമ്മയെടുത്ത് കാര്യം പറഞ്ഞാൽ അവിടെ അങ്ങ് നിന്നുപോയി. ഞാൻ വന്നതൊരു കാര്യത്തിനാണ് നാത്തൂനെ. എനിക്കാണെങ്കിലേ ഒരു കല്യാണം ഉണ്ടേ. അപ്പോൾ നല്ല സാരി ഒന്നും ഇല്ല. നാത്തൂൻ്റെ കയ്യിലാകുമ്പോൾ കുറേ നല്ല സാരി കാണുമല്ലോ. ഇപ്പം കല്യാണം കഴിഞ്ഞെല്ലാം ഉള്ളത്. വിരോധം ഇല്ലെങ്കിൽ ഒരു സാരി ഒന്ന് തന്നാൽ കൊള്ളായിരുന്നു. വിരോധം ഉണ്ട്. എനിക്കാണെങ്കിലേ എൻ്റെ സാരി ആയാലും തുണിയായാലും മറ്റൊരാൾ ഇടുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുപോലെ മറ്റുള്ളവരുടെ തുണിയൊക്കെ ഇട്ടാൽ തന്നെ എനിക്ക് ശരീരത്തോട്ട് ഇടുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. അത് കുഞ്ഞുനാൾ തൊട്ടുള്ള ശീലവാ. അതുകൊണ്ടാട്ടോ. ഒന്നും വിചാരിക്കല്ലേ നാത്തൂനെ. എൻ്റെ സാരിയൊന്നും തരാൻ എനിക്ക് താല്പര്യമില്ല. സോറി. അമ്മേ, അമ്മ വഴക്കിന് പോവാണോ? ഇത് നാട്ടുകാർ വല്ലതൊക്കെ പറയിക്കാൻ വേണ്ടിട്ട്. ഒരു സാരിയല്ലേ എൻ്റെ കുഞ്ഞ് ചോദിച്ചോളൂ. ഞാൻ അന്നേ അമ്മയടുത്ത് പറഞ്ഞതേ ഓർഫണേജിൽ നിന്നൊന്നും കല്യാണം കഴിപ്പിക്കണ്ടാവും ചെറുക്കനെ കൊണ്ട്. അച്ഛനും അമ്മയും ഇല്ലാത്തല്ലേ ഓർത്തിട്ട് എന്റെ തലവിധി. സീതേ, ഇന്ന് അച്ഛൻ്റെ ആണ്ട. അച്ഛൻ മരിച്ചിട്ട് ഇപ്പം 12 വർഷമായി. അപ്പോൾ കുടുംബക്ഷേത്രത്തിൽ അന്നദാനം ഉണ്ട് അച്ഛൻ്റെ പേരിൽ. മോളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതിന് ശേഷമുള്ള ആദ്യത്തെ ആണ്ട. പിന്നെ നമ്മുടെ കുടുംബക്കാരിൽ പലരും മോളെ കണ്ടിട്ടില്ലല്ലോ. അപ്പം നമ്മൾ ആണ്ടിൻ്റെ നമ്മൾ കുടുംബക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോയി അവിടെ ഒരു പായസ സദ്യയും അന്നദാനവും ഒക്കെ ഉണ്ട്. അപ്പം മോക്കിതാ അമ്മ പുതിയൊരു സാരി മേടിച്ചതാ. ഇത് കൊടുത്ത് നല്ല സുന്ദരിയായിട്ട് വാ കേട്ടോ. പെട്ടെന്ന് ഒരുങ്ങണേ. എല്ലാവരും വരും അവിടെ. കല്യാണത്തിനൊന്നും കണ്ടിട്ടില്ലാത്ത പലരും ഉണ്ട്. അപ്പം നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി വാ കേട്ടോ. വേഗം ആവട്ടെ. ആ ശരി അമ്മേ. വേഗം റെഡി ആവണേ. അരമണിക്കൂറിനുള്ളിൽ അമ്മയെ റെഡി ആവാം. ഓട്ടോ വിളിച്ചിട്ടുണ്ട്, ഓട്ടോ വരും കേട്ടോ. ശരി. എന്തോ പരിപാടി? കുളിക്കാൻ പോന്ന്. അമ്മ പറഞ്ഞിന്ന് അച്ഛൻ്റെ ആണ്ടാ. അപ്പം അമ്പലത്തിൽ പോകാൻ റെഡി ആവാൻ വേണ്ടിയിട്ട്. എന്റെ പൊന്നു മോളെ, ആരും രാവിലെ ഒന്നും പോകുന്നില്ല. വൈകിട്ട് 5 മണിക്കാ പോകുന്നത്. അല്ല, അമ്മ എൻ്റെ അടുത്ത് ഇപ്പോഴാണല്ലോ ഒരുങ്ങാൻ പറഞ്ഞത്. നിനക്ക് പണിയേറാൻ വേണ്ടിട്ടല്ലേ അവരീ കാട്ടിക്കൂട്ടുന്നത്. പിന്നെ അല്ലാണ്ട് വൈകിട്ട് 5 മണിക്കാണ് എപ്പോഴും പോകുന്നത്. അല്ലേലും അവരുടെ മോളോട് ഫോണിൽ പറയുന്ന കേട്ട് നിനക്കിട്ടൊരു പണി തരണോന്ന്. അന്ന് സാരി എന്തോ വന്ന് ചോദിച്ചപ്പോ നീ കൊടുത്തില്ലായിരുന്നോ? അന്ന് ചേച്ചി പറഞ്ഞിട്ടല്ലേ ഞാൻ നാത്തൂന് സാരി കൊടുക്കാതിരുന്നത്. ചേച്ചിയല്ലേ പറഞ്ഞത് സാരിയിൽ തുടങ്ങി സ്വർണം മൊത്തം അവർ മേടിച്ചെടുക്കുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ അടുപ്പിക്കാഞ്ഞത്. നിനക്കിട്ട് പണി തരുമോ അവര്? നീ വെയിറ്റ് ചെയ്യാൻ വേണ്ടിട്ട്, നിന്നെ പട്ടിയാക്കാൻ വേണ്ടിട്ടാ. അമ്മ അങ്ങനെയൊക്കെ ചെയ്യുവോ? തള്ള സൈക്കോയാ. നീ ഇപ്പോഴൊന്നും റെഡി ആവണ്ട. ഞാൻ പറയാം. ഞാൻ റെഡി ആവുമ്പോ വിളിക്കാൻ നിന്നെ. അപ്പൊ റെഡി ആയാ മതി. ശരി. അല്ലേ, നീ ഇതുവരെയ്ക്കും ഒരുങ്ങിയില്ലയോ? നിന്റെ അടുത്ത് രാവിലെ ഞാൻ പറഞ്ഞതല്ലേ സാരി തന്നിട്ട് കുളിച്ച് വേഗം ഒരുങ്ങി വരാൻ. അപ്പടേ ഇരിക്കുന്നു. ഓട്ടം വന്നിടന്ന് ബഹളം വെക്കുന്നു പെണ്ണെ. എന്തിനാണ്? വെറുതെ എന്നെ അണിയിച്ചൊരുക്കി ഇരുത്താനല്ലേ. നിന്റെ വേഗം ഒരുക്കി ഇരുത്തിയിട്ട് എനിക്കെന്തോ വല്ല നേടാനുണ്ടോ? നീ വന്ന് അന്നോട്ട് ഇവിടെ കാണിച്ചു കൊടുക്കുന്ന ഓരോ കോലാഹലങ്ങളൊക്കെ ഞാൻ കണ്ടില്ലെന്ന് നീ നടിക്കണ്ട കേട്ടോ. എൻ്റെ മോളെ വരെ നീ ഇവിടുന്ന് കരയിച്ചാ വിട്ടത്. നിന്റെ ഈ സ്വഭാവം കൊണ്ട് ഇവിടെ കൂടുതൽ കാലവും നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ. ഒരു അനാഥ കൊച്ചിനെ എൻ്റെ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചതേ അതെനിക്ക് മരുമോളാവാതെ മോളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാ. ഇവിടെ മൂത്തവള് നിൽക്കുന്നില്ലേ, അവളെ പോലെ നിൽക്കാൻ വേണ്ടിയിട്ടാ. അപ്പൊ നീ എന്തുവാടി ഇവിടെ കാട്ടിക്കൂട്ടുന്നതേ? എൻ്റെ അടുത്ത് ചേച്ചി തന്നെ എല്ലാം പറഞ്ഞത്. ഓ, അല്ലാതെ ഞാൻ സ്വന്തമായിട്ട് ഊഹിച്ചുണ്ടാക്കിയതൊന്നും അല്ല ഇതൊക്കെ. ചേച്ചി ഇങ്ങോട്ട് വിളിക്ക്, ചേച്ചിയോട് ചോദിക്ക്. ചേച്ചിയാ പറഞ്ഞ ഒരുങ്ങണ്ടാന്ന്. ഞാൻ എന്ത് പറഞ്ഞെന്ന്? അമ്മ ഇവള് എന്തൊക്കെയാ അമ്മ പറയുന്നത്? എനിക്കറിയായിരുന്നു മോളെ ഇവൾ ഇങ്ങനെയൊക്കെ തന്നെ പറയുമെന്ന്.
നിങ്ങളല്ലേ എന്റെ അടുത്ത് പറഞ്ഞ വൈകിട്ടേ പോകത്തോളന്ന്? ഇവക്കെന്തോ മാനസിക പ്രശ്നമുണ്ട് കേട്ടാ. ഞാൻ അമ്മയുടെ അമ്മയെ പറഞ്ഞതാ, കൊണ്ട് ഓർഫണേജിൽ കല്യാണം കഴിപ്പിക്കണ്ടാന്ന്. ഇപ്പൊ കിട്ടിയല്ല. കെട്ടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തിരിച്ച് അതുപോലെ കൊണ്ടാക്കാനും എനിക്കറിയാം. എന്റെ മോനിങ്ങോട്ട് വരട്ടെ. ചേച്ചി എന്റെ അടുത്ത് പറഞ്ഞത് വൈകിട്ടേ പോകത്തോളൂ, അമ്മ എന്റെ അടുത്ത് മനഃപൂർവ്വം നേരത്തെ ഒരുങ്ങാൻ പറയുകയാണെന്നൊക്കെ. ഞാൻ ഇവിടുത്തെ പറഞ്ഞത് സമയത്തിന് ഒരുങ്ങി വാ, ഓട്ടോക്കാരൻ വന്ന് കിടന്ന് ബഹളം വെക്കും, അതിന് മുന്നേ ഒരുങ്ങി വരാനെന്നാ. ഇവള് മഹാ അഹങ്കാരിയാണ് മോളെ. അന്ന് തന്നെ എന്റെ മോളൊരു സാരി ഒന്ന് ചോദിച്ചപ്പോ നീ എന്തോ അവളെ ആട്ടി ഓട്ടിച്ചില്ല നീ? അതും ഈ ചേച്ചി കാരണോ അമ്മേ? ഈ ചേച്ചി എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു, നാത്തൂൻ ആദ്യം എൻ്റെ അടുത്ത് സാരി മേടിക്കും, പിന്നെ എൻ്റെ സ്വർണം മുഴുവൻ മേടിക്കുമെന്ന്. അങ്ങനെ മേടിച്ചെടുത്തോണ്ട് പോയതാണ് അവരുടെ സ്വർണം മൊത്തം. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ സാരി ഒന്നും ഞാൻ കൊടുക്കാഞ്ഞത്. അമ്മേ, എന്റെ അമ്മയാണ്, അച്ഛനാണ്, അപ്പൂപ്പനാണ്, ചത്തുപോയ മുത്തശ്ശിയാണ്, മുത്തശ്ശനാണ്, തെങ്ങീന്ന് വീട് ചത്ത വല്യച്ഛനാണ്, വല്യമ്മച്ചിയാണ്, എന്റെ മലയമുള്ള മുത്തപ്പനാണ്, ഇത്തിപ്പാറ അമ്മച്ചിയാണ്. ഞാൻ ഇങ്ങനൊന്നും പറഞ്ഞില്ലമ്മേ. അമ്മയ്ക്ക് അറിയാലോ എന്നെ 10-14 വർഷമായിട്ട് ഞാൻ ഈ വീട്ടിൽ കഴിയുമോ. ഇതുവരെയ്ക്കും അമ്മ എന്റെ അടുത്തോ ഞാൻ അമ്മയെടുത്തോ ഇച്ചിപ്പോന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ അമ്മേ? നീ അറിയാതെ മോളെ, എനിക്കറിയാം ഇവള് അവസാനം ഇങ്ങനെയൊക്കെ തന്നെ പറയുമെന്ന്. അമ്മ ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ് അമ്മ, ഇവരിപ്പൊ അഭിനയിക്കുക. നീ കരയാടി കൊച്ചു, നീ കരയാതെ. ഇവള് ഇതും പറയും അപ്പുറവും പറയും. ഇന്ന് തന്നെ ബാഗും പൊക്കണവും ബാക്ക് ചെയ്ത് ഇവിടുന്ന് പോകാൻ ഒരുങ്ങിക്കോ. അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഇവരുടെ മുന്നിൽ അങ്ങനെ അങ്ങ് പൊട്ടിയാവുമെന്ന്? അമ്മയുടെ ഈ മൂത്ത മരുമോടെ മുഖം മൂടി വലിച്ചു കീറാൻ വേണ്ടിയിട്ടാ ഈ സംഭവം ഇവിടെ വരെ ഞാൻ കൊണ്ടെത്തിച്ചത്. ഈ സൈക്കോ തള്ള ഇവരുടെ പ്രവൃത്തികളും കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇവരാൾ ഉഡായിപ്പാണെന്ന്. ഞാൻ ഫസ്റ്റ് ദിവസം ഈ വീട്ടിൽ കിടന്ന് പണിയെടുക്കുന്ന കണ്ടപ്പോൾ തുടങ്ങിയത് ഇവരുടെ സോക്കേട്. പിന്നെ അന്നത്തെ സാരി കേസ്, ഇവരെ എന്നോട് സാരി കൊടുക്കല്ലേ എന്ന് പറഞ്ഞു. ഇവര് എന്നോട് പറഞ്ഞത് നാത്തൂൻ ആദ്യം സാരിയെ തുടങ്ങി സ്വർണ്ണം മുഴുവൻ മേടിച്ചെടുക്കുമെന്ന്. അവരുടെ സ്വർണ്ണം അങ്ങനെ മേടിച്ചെടുത്തതാണ് പോലും. പിന്നെ ഇതിനെല്ലാം എൻ്റെ കയ്യിൽ തെളിവുണ്ട്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഡേ കുക്കിംഗ് വീഡിയോ എടുത്തോണ്ട് വന്നപ്പോഴാണ് നിങ്ങൾ എന്നെ സ്വർണ്ണവില നോക്കാൻ പറഞ്ഞു വിട്ടതും പിന്നെ അമ്മയോട് കൊതിഞ്ഞോട പറഞ്ഞതും. അതും ഫുള്ള് റെക്കോർഡായിട്ടുണ്ട്. പിന്നെ എനിക്ക് ആദ്യമായിട്ട് അമ്മ മേടിച്ചെന്ന സാരി, അത് ഞാൻ അത്രയും സന്തോഷത്തോടെ ഇൻസ്റ്റാഗ്രാം റീൽ ഇടാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോഴാണ് നിങ്ങൾ വീണ്ടും വന്ന് എൻ്റെ അടുത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കിയത്. അതും ഫുള്ള് റെക്കോർഡായിട്ടുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞ നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ തെളിവുണ്ട്. നിങ്ങളുടെ കൊതിയും നുണയും കുത്തിത്തിരിപ്പൊക്കെ പാഴായല്ലേ? നിങ്ങളെ കളിച്ചതേ ന്യൂ ജനറേഷൻ പെണ്ണിനോടാ കേട്ടാ. അപ്പൊ എൻ്റെ കയ്യിലെ തെളിവൊക്കെ ഞാൻ കൈമാറുക കേട്ടോ. അമ്മയ്ക്ക് ഇനി സംശയങ്ങളൊക്കെ തീർക്കാൻ ഈ ഫോണിനകത്ത് ഫുൾ ഡീറ്റെയിൽസും ഉണ്ട്. അമ്മയുടെ സീരിയലിനെക്കാട്ടി സൂപ്പറാ. സ്വർണം മൊത്തം കൈക്കലാക്കണം, അതിനുള്ള പുറപ്പാടാണ് മോളെ. എന്റെ സ്വർണ്ണോ? പിന്നില്ലേ, എനിക്ക് എന്തോരം സ്വർണം ഉണ്ടായിരുന്നതാ, മൊത്തം അവൾ ഒറ്റൊരുത്തിയാ മേടിച്ചെടുത്തോണ്ട് പോയത്. ചെറുതായിട്ടൊരു കുത്തിത്തിരിപ്പുണ്ട്. ഇന്ന് എന്റെ ബാഗ് ബാക്കി ഇവിടുന്ന് ഇറങ്ങിക്കോ. ക്ഷമിക്കമ്മ, ഞാൻ പ്ലീസ് അമ്മ, അമ്മേനോട് ക്ഷമിക്കും.